ആഴമുള്ള ഒരു കിണറിൻ്റെ വക്കത്ത് നിന്ന് നിങ്ങൾ അതിൻ്റെ അഗാധതയിലേക്ക് നോക്കിയിട്ടുണ്ടോ? വിജ്ഞാൻ ഭൈരവ് തന്ത്രത്തിലെ 35ാമത്തെ വിദ്യ ആ ഇരുളാർന്ന ആഴത്തെ ഒരു ധ്യാനമാക്കി മാറ്റാനാണ് നമ്മളോട് പറയുന്നത്. നമ്മുടെ മനസ്സെന്നത് കേവലം ഒരു ഉപരിതലം മാത്രമല്ല, അതിന് അപാരമായ ആഴങ്ങളുമുണ്ട്. ചിന്തകളില്ലാതെ ആ കിണറ്റിലേക്ക് നോക്കുമ്പോൾ ആ ബാഹ്യമായ അഗാധത ഉള്ളിലേക്ക് പ്രതിഫലിക്കും. ആ വിസ്മയത്തിൽ ലയിക്കുമ്പോൾ നമുക്ക് തന്നെ അപരിചിതമായ ആന്തരിക തലങ്ങളെ ദർശിക്കാൻ സാധിക്കും. ച്വാങ്സുവിൻ്റെ ധ്യാനത്തിലെന്ന പോലെ നദി നിശ്ചലമാവുകയും പാലം ഒഴുകാൻ തുടങ്ങുകയും ചെയ്യുന്ന ആ നിമിഷം, അതായത് മനസ്സ് നിശ്ചലമാകുന്ന നിർമ്മല അവസ്ഥ, അവിടെയാണ് സത്യം വെളിപ്പെടുന്നത്. ലോകത്തിൻ്റെ ഉറച്ച ധാരണകൾ തകരുമ്പോൾ നമുക്ക് അസ്തിത്വത്തിൻ്റെ ഭാഗമായി അനുഭവപ്പെടും. ശൂന്യതയെ ഭയപ്പെടാതെ അതിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഊളിയിടാം. പ്രിയമുള്ളവരെ, നമസ്കാരം. ദിവ്യബോധം എന്ന ഈ ജ്ഞാനപ്രവാഹത്തിൻ്റെ അതീവ വിസ്മയകരമായ 35ാമത്തെ വിദ്യയിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു പുഴ കടലിലേക്ക് ഒഴുകിച്ചേരുന്നത് പോലെ ആശയങ്ങൾ തമ്മിൽ വേർതിരിക്കാനാവാത്ത ഒരു തുടർച്ചയോടെ നമുക്ക് ഈ അഗാധമായ വിദ്യയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ആഴമുള്ളൊരു കിണറിൻ്റെ വക്കത്ത് നിന്ന് അതിൻ്റെ അഗാധതയിലേക്ക് കണ്ണെടുക്കാതെ നോക്കി നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിന്ന് നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത്. ശിവൻ ഈ വിദ്യയിൽ നമ്മോട് ആവശ്യപ്പെടുന്നത് ആ ഇരുളാർന്ന അഗാധതയെ ഒരു ധ്യാനമായി സ്വീകരിക്കാനാണ്. ഒരു കിണറെന്നത് കേവലം ബാഹ്യമായ ഒരു കുഴിയല്ല, മറിച്ച് അത് നമ്മുടെ ബോധത്തിൻ്റെ തന്നെ വിസ്മയിപ്പിക്കുന്ന ഒരു പ്രതീകമാണ്. നമ്മളൊക്കെ ഈ ലോകത്തെ എപ്പോഴും ബാഹ്യമായാണ് കാണുന്നത്, എന്നാൽ സത്യം എപ്പോഴും ആഴങ്ങളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ആധുനിക മനഃശാസ്ത്രത്തിലെ ഡെപ്ത് സൈക്കോളജി ചൂണ്ടിക്കാണിക്കുന്നത് പോലെ നമ്മുടെ മനസ്സെന്നത് ഒരു ഉപരിതലം മാത്രമല്ല, അതിന് നിഗൂഢമായ പല തട്ടുകളും മറഞ്ഞു കിടക്കുന്ന അനേകം തലങ്ങളുമുണ്ട്. ഈ വിദ്യയിലൂടെ നമ്മൾ ആ ഉപരിതലത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി നമ്മുടെ സത്തയുടെ വേരുകൾ തേടിയുള്ള ഒരു യാത്രയാണ് ആരംഭിക്കുന്നത്. ചിന്തകളെ പൂർണ്ണമായി മറന്നുകൊണ്ട് ആ ഇരുളിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ആ ബാഹ്യമായ ആഴം പതുക്കെ നമ്മളിൽ പ്രതിഫലിക്കാൻ തുടങ്ങും. നമ്മുടെ ബോധം ഒരു കണ്ണാടി പോലെയാണെന്ന് നമ്മൾ മുൻപെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൺമുമ്പിലെ അഗാധത ഉള്ളിലേക്ക് പ്രതിഫലിക്കുമ്പോൾ നമ്മളും ആ ആഴത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. ഈ നിശബ്ദമായ ദർശനത്തിലൂടെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു പുതിയ വെളിച്ചമായി ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. സാധാരണയായി നമ്മൾ വസ്തുക്കളെ കാണുമ്പോൾ നമ്മുടെ ശ്രദ്ധ ആ വസ്തുവിൻ്റെ രൂപത്തിലാണ് ഉടക്കി നിൽക്കാറ്. എന്നാൽ ഒരു കിണറിൻ്റെ അഗാധതയിലേക്ക് നോക്കുമ്പോൾ അവിടെ രൂപങ്ങളില്ല, ശൂന്യത മാത്രമേ ഉള്ളൂ. ഈ ശൂന്യത നമുക്കുള്ളിലെ ചിന്തകളുടെ കോലാഹലങ്ങളെ അലിയിപ്പിച്ചു കളയുകയും മുമ്പൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു തരം ആന്തരിക വിസ്മൃതി നമുക്ക് നൽകുകയും ചെയ്യും. ഒരു കിണർ എന്നത് ആന്തരികമായ ആഴത്തിൻ്റെ ബാഹ്യമായ ഒരു നിമിത്തം മാത്രമാണ്. ആ വിസ്മയഭാവം ഉദിക്കുന്നതുവരെ, അതായത് ബാഹ്യമായ കിണറും ആന്തരികമായ കിണറും ഒന്നായി മാറുന്ന ആ നിമിഷം വരെ നമ്മൾ ആ നോട്ടം തുടരേണ്ടതുണ്ട്. ആഴങ്ങളിലേക്ക് നോക്കുമ്പോൾ മനസ്സിനവിടെ പറ്റിപ്പിടിക്കാൻ യാതൊരു വസ്തുക്കളും ലഭിക്കില്ല. അതിനാലത് പരാജയപ്പെട്ട് നിശബ്ദമാകും. മനസ്സ് നിശബ്ദമാകുന്ന ആ സുന്ദരമായ മുഹൂർത്തത്തിലാണ് നമുക്കതിൻ്റെ ശുദ്ധമായ രൂപത്തിൽ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ.
ഈ വിദ്യ നമ്മളെ പഠിപ്പിക്കുന്നത് നിഗൂഢതകളെ ഭയപ്പെടാനല്ല, മറിച്ച് അവയെ ആലിംഗനം ചെയ്യാനാണ്. നമുക്കുള്ളിലെ ആഴങ്ങളിലേക്ക് ഊളിയിടാനുള്ള ആദ്യ ചുവടുവെപ്പ്. അസ്തിത്വത്തിൻ്റെ പരമമായ രഹസ്യങ്ങളിലേക്കുള്ള ഒരു വലിയ വാതിലാണ് ഇത് തുറന്നിടുന്നത്. ഒന്നാമത്തെ ഘട്ടത്തിൽ ആഴത്തെ ദർശിക്കാൻ തുടങ്ങിയ നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിൽ ആ ദർശനം എങ്ങനെയാണ് ഉള്ളിലെ ഒരു മഹാ തിരിച്ചറിവാക്കി മാറ്റുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ശിവൻ ഈ വിദ്യയിൽ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉപദേശം എന്നത് നമ്മിൽ വിസ്മയഭാവം എത്തുന്നതുവരെ ഈ നോട്ടം നിർത്തരുത് എന്നതാണ്. നമ്മൾ സാധാരണയായി എന്തിനേയും ബാഹ്യമായി കണ്ട് പെട്ടെന്ന് മടുത്തു പോകുന്നവരാണ്, അല്ലേ? എന്നാൽ ആഴത്തെ ദർശിക്കുമ്പോൾ ക്ഷമയാണ് നമ്മുടെ ഏറ്റവും വലിയ ഉപകരണം. ഒരു കിണറിൻ്റെ അഗാധതയിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നിമിഷം ആ ബാഹ്യരൂപം അപ്രത്യക്ഷമാകുകയും ആ അഗാധത നമുക്കുള്ളിലേക്ക് പടരുകയും ചെയ്യും. ഈ പരിവർത്തനത്തിലൂടെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു പുതിയ ഉണർവായി അനുഭവപ്പെടുന്നത്. ചിന്തകൾ പൂർണ്ണമായും നിശ്ചലമാകുന്നത് വരെ നമ്മൾ ഈ നോട്ടം തുടരുമ്പോൾ ആ കിണറൊരു വസ്തുവല്ലാതായി മാറുകയും നമ്മുടെ ബോധത്തിൻ്റെ പ്രതിഫലനമായി തീരുകയും ചെയ്യും. ദിവസം തോറും മാസം തോറും ഈ അഗാധതയെ ധ്യാനിക്കുമ്പോൾ ആഴം ഒരു ഭൗതികമായ സംഗതി അല്ലാതായി മാറുന്നത് നമ്മൾ തിരിച്ചറിയും. അവിടെ പെട്ടെന്നൊരു മിന്നൽ പിണർ പോലെ നമ്മളും ആ കിണറും തമ്മിലുള്ള വ്യത്യാസം അവിടെ ഇല്ലാതാകും. ആ കിണർ നമ്മുടെ ആന്തരികമായ ആഴത്തിൻ്റെ ഒരു പ്രതീകമായി മാത്രം അവിടെ അവശേഷിക്കും. നമുക്കുള്ളിലെ ആ അഗാധതയിലേക്ക് നമ്മൾ അറിയാതെ തന്നെ വീണു പോകുകയും ചെയ്യും. ഈ വിസ്മയത്തിൽ നമ്മളിലെ അറിവ് അപ്രത്യക്ഷമാകുകയും ശുദ്ധമായ അനുഭവം മാത്രം അവശേഷിക്കുകയും ചെയ്യും. ഇവിടെയാണ് നമുക്ക് നമ്മുടെ സത്തയുടെ ആഴങ്ങൾ അറിയുന്നതിലൂടെ ലഭിക്കുന്ന പരമമായ പ്രശാന്തത കൈവരുക. ആ വിസ്മയഭാവം ഒരു വാതിലാണ്. ആ വാതിൽ തുറക്കുമ്പോൾ അവിടെ ചിന്തകളുമില്ല, ആകുലതകളുമില്ല, മറിച്ച് സമുദ്രം പോലെയുള്ള ഒരു ശാന്തത മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ആന്തരികവും ബാഹ്യവുമായ ആഴങ്ങൾ ഒന്നാണെന്ന മഹാസത്യമാണ്. ഈ തിരിച്ചറിവോടെ നമ്മൾ ആ വിസ്മയത്തിൽ ലയിക്കുമ്പോൾ മനസ്സില്ലാതാവുകയും അസ്തിത്വം മാത്രം അവശേഷിക്കുകയും ചെയ്യും. ആ അഗാധതയിൽ നമുക്ക് പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ആ നിമിഷമാണ് യഥാർത്ഥത്തിൽ നമുക്ക് വീണ്ടെടുക്കുവാനുള്ള നിമിഷം. ശൂന്യതയെ ഭയപ്പെടാതെ അതിലേക്ക് നോക്കി നിൽക്കുന്ന ഈ പ്രക്രിയ ബോധത്തെ അതിൻ്റെ ഏറ്റവും പരിശുദ്ധമായ അവസ്ഥയിലേക്ക് നയിക്കും. ആഴമുള്ള കിണറിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാവുന്ന മാറ്റത്തെ ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി മഹാനായ ലാവോ ട്സു തൻ്റെ ശിഷ്യനായ ച്വാങ് സുവിന് നൽകിയ ഒരു അപൂർവ പരീക്ഷണത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. ച്വാങ് സുവിനോട് ലാവോ ട്സു ആവശ്യപ്പെട്ടത് ഒരു പാലത്തിന് മുകളിൽ നിന്ന് താഴെ ഒഴുകുന്ന നദിയിലേക്ക് നോക്കി നിൽക്കാനായിരുന്നു. നദിയുടെ ഒഴുക്ക് നിലയ്ക്കുകയും പാലം ഒഴുകാൻ തുടങ്ങുകയും ചെയ്യുന്നതുവരെ അവിടെ നിൽക്കുക എന്നതായിരുന്നു ആ വിചിത്രമായ നിർദ്ദേശം. നമ്മുടെ യുക്തി കൊണ്ട് ചിന്തിക്കുമ്പോൾ ഇത് അസാധ്യമായി തോന്നാമല്ലേ? ഇവിടെ നദിയല്ലേ ഒഴുകുന്നത്, പാലം എങ്ങനെ ഒഴുകും? എന്നാൽ മാസങ്ങളോളം പാലത്തിൽ കുടിലുകെട്ടി താമസിച്ചുകൊണ്ട് ച്വാങ് സു ആ നക്ഷത്രങ്ങളെയും പുഴയെയും സാക്ഷിയായി തൻ്റെ ദർശനം തുടർന്നുകൊണ്ടിരിക്കുകയും ഒടുവിൽ ഒരു ദിവസം ആ വിസ്മയം അവിടെ സംഭവിച്ചു. നദി അവിടെ നിശ്ചലമാകുകയും പാലം ഒഴുകാൻ തുടങ്ങുകയും ചെയ്തു. ഇത്തരത്തിലുള്ള അതീന്ദ്രിയമായ തിരിച്ചറിവിലൂടെയാണ് നമുക്ക് നമ്മുടെയെല്ലാം ജീവിതത്തിൻ്റെ ആഴമേറിയ രഹസ്യങ്ങളെ വെളിപ്പെട്ട് കിട്ടുന്നത്. സത്യത്തിൽ ഇതൊരു വിഭ്രാന്തിയല്ല, മറിച്ച് നമ്മുടെ ബോധത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയാണ്.
ഐൻസ്റ്റീൻ ഭൗതിക ശാസ്ത്രത്തിൽ പറഞ്ഞ ആ ആപേക്ഷികത ഇവിടെ ആത്മീയമായി സംഭവിക്കുകയാണ്. നമ്മളൊരു തീവണ്ടിയിൽ ഇരിക്കുമ്പോൾ പുറത്തെ മരങ്ങൾ ഓടുന്നത് പോലെ നമുക്ക് തോന്നുന്നത് ട്രെയിൻ നിശ്ചലമാണെന്ന് നമ്മൾ സങ്കല്പിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ ഈ ലോകം ചലിക്കുന്നു എന്നും നമ്മൾ നിശ്ചലമാണെന്നും നാം വിചാരിക്കുന്നത് നമ്മുടെ ചിന്തകളുടെ ഒരു ചങ്ങല കാരണമാണ്. ആ ചിന്തകൾ അലിഞ്ഞില്ലാതാകുമ്പോൾ നിശ്ചലമായിരുന്ന പാലം അതിൻ്റെ അസ്തിത്വപരമായ ചലനത്തിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അസ്തിത്വത്തിൻ്റെ ഗതിവേഗത്തിൽ പങ്കുചേരുന്ന ശുദ്ധമായ സാക്ഷിയായി ദർശിക്കാൻ സാധിക്കും. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഉറച്ച ധാരണകൾ തകരുമ്പോഴാണ് സത്യം വെളിപ്പെടുന്നത് എന്നാണ്. ആ കിണറിൻ്റെ അഗാധതയിലേക്ക് നോക്കിയാലും നദിയിലേക്ക് നോക്കിയാലും നമ്മുടെ മനസ്സിൻ്റെ ആ പഴയ സ്ഥിരത തകർക്കുക എന്നതാണ് ലക്ഷ്യം. നദി നിശ്ചലമാകുന്ന ആ മുഹൂർത്തം സത്യത്തിൽ മനസ്സ് നിശ്ചലമാകുന്ന മുഹൂർത്തമാണ്. ചിന്തകളുടെ ഈ ചങ്ങല മുറിയുമ്പോൾ നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ അഭൗമമായ സംഗീതമായി അനുഭവിക്കാൻ സാധിക്കും. ഈ മഹാവിസ്മയമാണ് വിജ്ഞാൻ ഭൈരവതന്ത്രം നമുക്ക് മുമ്പിൽ തുറന്നു തരുന്ന ആ വലിയ വാതിൽ. മുൻപ് നമ്മൾ ച്വാങ് സൂവിൻ്റെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നദി നിശ്ചലമാകുന്നതും പാലം ഒഴുകുന്നതും വെറും ഒരു വിഭ്രാന്തിയാണോ എന്ന് നമുക്കൊരു പക്ഷേ തോന്നിയേക്കാം. എന്നാൽ നമ്മളിപ്പോൾ തിരിച്ചറിയാൻ പോകുന്നത് അത് വെറുമൊരു തോന്നലല്ല, മറിച്ച് പദാർത്ഥത്തിൻ്റെ പരമമായ യാഥാർത്ഥ്യമാണെന്നാണ്. നമ്മൾ നിശ്ചലമെന്ന് കരുതുന്ന ഈ ലോകത്തുള്ള ഓരോ വസ്തുവും അതിൻ്റെ സൂക്ഷ്മതലത്തിൽ അതിവേഗം ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആധുനിക ഭൗതിക ശാസ്ത്രം പോലും ഇന്ന് സമ്മതിക്കുന്നുണ്ട്. നിശ്ചലമെന്ന് നമുക്ക് തോന്നുന്ന ഒരു വസ്തുവിലെ ആറ്റങ്ങളും ഇലക്ട്രോണുകളും പ്രകാശത്തിൻ്റെ വേഗതയിൽ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും ചിന്തകൾക്കും ആ വേഗതയെ പിടിച്ചെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ലോകം ഉറച്ചതായും നിശ്ചലമായും അനുഭവപ്പെടുന്നത്. ഒരു ഫാൻ അതിവേഗതയിൽ കറങ്ങുമ്പോൾ അതിൻ്റെ ചിറകുകൾ നമുക്ക് കാണാൻ കഴിയില്ല. പകരം അതൊരു നിശ്ചലമായ തകിടായി തോന്നും. അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ പരിമിതമായ വേഗത കൊണ്ടാണ് ഈ ലോകം ഇത്തരത്തിൽ നമുക്ക് ദൃശ്യമാകുന്നത്. ഈ വിദ്യയിലൂടെ ച്വാങ് സൂവിന് ആ പാലത്തിൻ്റെ ആറ്റമിക് ഘടനയെക്കുറിച്ചുള്ള ഒരു ക്ഷണിക ദർശനം ലഭിക്കുകയുണ്ടായി. മനസ്സിൻ്റെ പഴയ സ്ഥിരത അലിഞ്ഞു പോയപ്പോൾ ആ പാലം അതിൻ്റെ യഥാർത്ഥ ചലനാത്മകതയിൽ അദ്ദേഹത്തിന് വെളിപ്പെട്ടു. ഈ ഒരു തിരിച്ചറിവിലൂടെയാണ് നമുക്ക് നമ്മുടെ അസ്തിത്വത്തിൻ്റെ യഥാർത്ഥ ചലനവുമായി ഒന്നായിത്തീരാൻ സാധിക്കുന്നത്. ചിന്തകൾ അവസാനിക്കുമ്പോൾ നമ്മൾ പദാർത്ഥത്തിൻ്റെ മായയിൽ നിന്ന് പുറത്തു വരികയും പ്രപഞ്ചത്തിൻ്റെ നിഗൂഢമായ ആ ആഴത്തെ നേരിട്ട് ദർശിക്കുകയും ചെയ്യും. ഇതാണ് ആത്മീയതയും ഭൗതിക ശാസ്ത്രവും ഒന്നായി മാറുന്ന ആ സുന്ദരമായ ഇടം. ഇവിടെ ലോകം നിശ്ചലമാണെന്ന് നമ്മുടെ ഭ്രമം തകരുകയും പ്രപഞ്ചം ഒരു മഹാപ്രവാഹമാണെന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യുകയാണ്. നമ്മുടെ ബോധം ചലനങ്ങളുമായി താതാത്മ്യം പ്രാപിക്കുമ്പോൾ അവിടെ ഭയമില്ലാതാവുകയും അസ്തിത്വത്തിൻ്റെ ഭാഗമാണെന്ന ബോധം ഉദിക്കുകയും ചെയ്യും. ഈ മഹാവിസ്മയത്തിലേക്കാണ് നമ്മൾ ആഴ്ന്നിറങ്ങേണ്ടത്. അവിടെയാണ് നമുക്ക് എന്നേക്കുമായി കണ്ടെത്തുവാനുള്ള യഥാർത്ഥ വഴി തെളിയുന്നത്. ഈ ആഴങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ വെറുമൊരു ദർശകനല്ല, മറിച്ച് ആ ചലനത്തിൻ്റെ തന്നെ ഭാഗമായി നമ്മൾ മാറുകയാണ്. കഴിഞ്ഞ കുറച്ച് സമയം നമ്മൾ ആഴത്തെ ദർശിക്കുന്നതിനെക്കുറിച്ചും വിസ്മയത്തെ കാത്തിരിക്കുന്നതും ആപേക്ഷികതയുടെ രഹസ്യങ്ങളും തിരിച്ചറിഞ്ഞു. ഈ അവസാന ഘട്ടത്തിൽ ആ വിസ്മയം എങ്ങനെയാണ് നമ്മെ നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തിലേക്ക് നയിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ശിവൻ ഈ വിദ്യയിലൂടെ നമ്മെ എത്തിക്കുന്നത് നിർമ്മന എന്ന അതീന്ദ്രിയമായ ഒരവസ്ഥയിലേക്കാണ്. ആഴമുള്ള ഒരു കിണറിലേക്കോ ഒഴുകുന്ന നദിയിലേക്കോ നോക്കി നിന്ന് വിസ്മയഭരിതനാകുമ്പോൾ സംഭവിക്കുന്നത് ചിന്തകളുടെ പൂർണ്ണമായ ഒരു തിരോധാനമാണ്. ആ രഹസ്യാത്മക നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഇതുവരെ കെട്ടിപ്പടുത്ത മിഥ്യാധാരണകൾ അലിഞ്ഞു പോകുകയാണ്. മനസ്സില്ലാതാകുന്ന ഈ ശൂന്യതയിലാണ് നമുക്ക് യഥാർത്ഥത്തിൽ അറിയുവാൻ സാധ്യമാകുന്നത്.
നമ്മളെപ്പോഴും അറിവുകളിലൂടെയാണ് നമ്മെ തന്നെ നിർവചിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ അറിവുകൾ അവസാനിക്കുന്നിടത്താണ് സത്യം തുടങ്ങുന്നത് തന്നെ. ഈ വിദ്യയിലൂടെ നമ്മൾ വിസ്മയത്തിൻ്റെ ആഴങ്ങളിലേക്ക് വീഴുമ്പോൾ നമ്മളൊരു വ്യക്തിയല്ലാതായി മാറുകയും ശുദ്ധമായ ബോധം മാത്രമായി അവശേഷിക്കുകയും ചെയ്യും. ബാഹ്യമായ കിണർ കേവലം ഒരു നിമിത്തം മാത്രമായിരുന്നു. അത് നമ്മെ നമുക്കുള്ളിലെ അനന്തമായ ആഴങ്ങളിലേക്ക് നയിക്കുവാനുള്ള ഒരു ചൂണ്ട് പലക മാത്രമാണ്. ആ കിണറിൻ്റെ അഗാധതയിൽ നമ്മൾ നമ്മെ തന്നെ ദർശിക്കുമ്പോൾ അവിടെ പുറമേയുള്ള ലോകവും ഉള്ളിലെ ലോകവും തമ്മിലുള്ള വേർതിരിവ് ഇല്ലാതാകും. ഈ അവസ്ഥയിൽ നമുക്ക് പ്രപഞ്ചത്തിൻ്റെ തന്നെ ഭാഗമായി അനുഭവപ്പെടും. ഭയം അപ്രത്യക്ഷമാവുകയും മരണമില്ലാത്ത ആ നിത്യ ചൈതന്യത്തെ നാം തൊട്ടറിയുകയും ചെയ്യും. വിസ്മയം എന്നത് ചോദ്യങ്ങളില്ലാത്ത ഒരവസ്ഥയാണ്. ആ അവസ്ഥയിൽ നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. സ്നേഹമുള്ളവര്, നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ പൂർണ്ണമാകുകയാണ്. വിജ്ഞാൻ ഭൈരവ തന്ത്രത്തിലെ ഈ 35ാമത്തെ വിദ്യ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പരിവർത്തനത്തിന് വഴിയൊരുക്കട്ടെ. ഉപരിതലത്തിലെ തിരമാലകളിൽ മാത്രം ശ്രദ്ധിക്കാതെ ആഴങ്ങളിലെ നിശബ്ദതയിലേക്ക് ഊളിയിടാൻ ഈ വിദ്യ നമ്മളെ സഹായിക്കും. അവിടെയാണ് സമാധാനവും സമാധിയും നമ്മളെ കാത്തിരിക്കുന്നത്. ഈ ആന്തരികമായ ആഴം തിരിച്ചറിയുന്ന നിമിഷം നമ്മൾ യഥാർത്ഥത്തിൽ പ്രബുദ്ധനായിത്തീരും. ഒത്തിരി സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.